ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ പരിസരമെല്ലാം നിറയെ വൃത്തികേടായി കിടക്കുമായിരുന്നു. അപ്പം ചേട്ടൻ ഇന്ന് അവധിയായിരുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞു ഇന്ന് അവിടെ എല്ലാം വൃത്തിയാക്കി തരാമെന്ന്. യാഷിയാണെങ്കിൽ ആഹാരം ഒന്നും കഴിക്കത്തില്ല. അവൾക്കൊരു മുട്ടയുടെ പകുതി ഭാഗം ഞാൻ കൊടുത്തു, അത്രയും അവൾ കഴിച്ച്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗിരീഷ് ചേട്ടൻ ഞങ്ങൾക്ക് അടുപ്പമുള്ള ഗ്ലാസ് ചായ കൊടുത്തേ. അപ്പോൾ യാഷിക്കുട്ടിയും കൂടെ അച്ഛൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട് അച്ഛനെ സഹായിക്കാനായിട്ട്. ചൂലുമൊക്കെ ആയിട്ട് അച്ഛൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ കയ്യിൽ എപ്പോഴും ആ പാവ കാണും. ചേച്ചി കൊണ്ടു കൊടുത്ത പാവയാണ്. അപ്പോൾ ആ പാവ എടുത്തുകൊണ്ടേ എപ്പോഴും നടക്കത്തുള്ളൂ. അപ്പോൾ അച്ഛനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ കൂടെ നിൽക്കുമോ അവളും കൂടെ. അപ്പോഴേക്കും ഞാൻ ചേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തു വെച്ച് ഞങ്ങൾക്ക് ഇടിയപ്പവും കൊഞ്ച് റോസ്റ്റും മുട്ടക്കറിയായിരുന്നേ. യാഷിക്കുട്ടി അച്ഛനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ ഒരു ഗ്ലാസ് പാലും കൂടെ, ഹോർലിക്സ് ഇട്ട് ഒരു ഗ്ലാസ് പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഷാർജ ജ്യൂസ് അടിച്ചായിരുന്നു. അപ്പോൾ അമ്മൂമ്മ യാഷിക്കുട്ടിക്ക് ആ ജ്യൂസ് കൊടുക്കുക. നീ എന്തോ കഴിക്കുന്നേ? എന്തോ കുടിക്കുന്നേ? പായസോ? ഇത് പായസോ? ജ്യൂസ് ഇല്ലേ? കൊള്ളാവോ? ജ്യൂസ് കൊള്ളാവോ? ജ്യൂസ് കൊള്ളാവോ? അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ചേട്ടൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുക. നല്ല വെയിലുണ്ട്. ഞാനിപ്പോൾ ഷാർജ ജ്യൂസ് ചേട്ടനും കൂടെ എടുത്തിട്ടുണ്ട്. അത് നല്ല അടിപൊളി ഷാർജ ജ്യൂസ് അടിച്ചേക്കുന്നത്. ഈന്തപ്പഴവും ഐസ്ക്രീമും പാലും പഴവും എല്ലാം കൂടി ഇട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഷാർജ ജ്യൂസ് അടിച്ചേക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ ഞാൻ ആ ഷാർജ ജ്യൂസ് ഗിരീഷ് ചേട്ടനും കൊടുക്കുവാണേ. അപ്പോൾ ചേട്ടൻ ഉച്ചയ്ക്കത്തേക്ക് ബീഫും കപ്പയും മതി, ചോറിൻ്റെ കൂടെ അത് രണ്ടും മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബീഫും കപ്പയും എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് കുറച്ച് മതി എന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് ഷാർജ ജ്യൂസും മുട്ടയും ബ്രേക്ക്ഫാസ്റ്റും ഇതെല്ലാം കഴിച്ചിട്ട്, അതുകൊണ്ട് കുറച്ച് മതി എന്ന് പറഞ്ഞു. ഞാൻ പ്ലേറ്റിലേക്ക് കുറച്ച് ചോറും ബീഫും കപ്പയും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മോൻ്റെ ട്യൂഷനിലേക്ക് പേരൻറ്റ്സ് മീറ്റിങ്ങിന് പോവാണ്. അപ്പോൾ ഒരു 3:30 ആയപ്പോഴത്തേക്ക് പേരൻറ്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോഴേക്കും ചായയെല്ലാം തയ്യാറാക്കി വെച്ച്. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് പലഹാരങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു സിനിമ കാണാൻ പോകാമെന്ന്. ഞാനും ചേച്ചിയും കണ്ണമ്മനും ഉണ്ണിക്കണ്ണനും യാഷിക്കുട്ടിയും ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ സിനിമ കാണാൻ പോവാണ്. ടൊവിനോ തോമസിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു ഫിലിം കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു. പക്ഷേ രാത്രിയിലത്തെ വീഡിയോ ഒന്നും പിടിക്കാനായിട്ട് പറ്റിയില്ല. യാഷിക്ക് സിനിമാ തിയേറ്ററിൽ പോയി അധികം നേരം ഇരിക്കുന്നത് ഇഷ്ടമല്ല, അവൾക്ക് ദേഷ്യം വരും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളായിരുന്നേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.